കൊടൈക്കനാലിലെ ഗുണ കേവിൻ്റെ ആഴങ്ങളിൽ അതുവരെ വീണു മരിച്ചത് 13 പേർ. രക്ഷപ്പെട്ടതോ സുഭാഷ് എന്ന മഞ്ഞുമൽ സ്വദേശി മാത്രം. ഗുഹയുടെ ഇരുട്ടിൽ 100 അടി താഴ്ചയിൽ നിന്ന് സുഭാഷിനെ സിജു ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു. സൗഹൃദത്തിൻ്റെ ആഴത്തിൽ മരണം ഓടിയൊളിച്ച നിമിഷം. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മലയാളക്കരയിൽ തരംഗമാകുമ്പോൾ 17 വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമയുടെ ശ്രീ എന്ന ഞായറാഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് ഇവരുടെ സൗഹൃദത്തിൻ്റെ കഥ ആദ്യമായി ലോകമറിയുന്നത്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്തുള്ള മഞ്ഞുമൽ ഗ്രാമത്തിലെ ഓരോ നിമിഷവും അവർക്ക് ആഘോഷമായിരുന്നു. യുവദർശന ക്ലബ്ബിൽ അന്ന് 40 അംഗങ്ങൾ, എല്ലാവരും 18നും 22നും ഇടയിൽ പ്രായക്കാർ. അതിലെ 11 പേർ ചേർന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തു. മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്കൊരു യാത്ര. നടക്കുന്ന ആ ഓർമ്മകളിലേക്ക് വീണ്ടും യാത്ര പോവുകയാണ് ഇന്നത്തെ മഞ്ഞുമൽ ബോയ്സ് എന്ന മൂവി. 2006 സെപ്റ്റംബർ 2 അന്നാണ് സംഘം കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചത്. 10 പേർ കയറാവുന്ന വാഹനത്തിൽ 11 പേർ. സിജു ഡേവിഡിനെയും സുഭാഷിനെയും കൂടാതെ അഭിലാഷ്, സുധീഷ്, സിജു, സുജിത്, ജിൻസൺ, കൃഷ്ണകുമാർ, പ്രസാദ്, സിക്സൺ, അനിൽ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പിറ്റേന്നായിരുന്നു ഗുണ കേവ് സന്ദർശനം. കമലഹാസൻ്റെ ഗുണ എന്ന സിനിമയിലെ രംഗങ്ങൾ അവിടെ ചിത്രീകരിച്ചതോടെയാണ് ഇതിന് ഗുണ കേവ് എന്ന പേര് വീണത്. അതിനു മുമ്പ് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അതായത് അപകടങ്ങൾ ഒളിപ്പിച്ചു വച്ച സാത്താൻ്റെ അടുക്കള. പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന ചെങ്കുത്തായ പാറകൾക്കുള്ളിലാണ് ഈ ഗുഹ. കുത്തനെയുള്ള പാറക്കെട്ടുകൾ ഇറങ്ങി മഞ്ഞുമൽ സംഘവും ഗുഹയിലേക്ക് കടന്നു. കനത്ത ഇരുട്ടാണ് ഗുഹയിൽ. നടുക്കായി പാറകൾക്കിടയിൽ ഒരു കുഴിയുണ്ട്. കാലൊന്നു നീട്ടിവെച്ചാൽ ചാടിക്കടക്കാവുന്നതേയുള്ളൂ. 3 പേർ ചാടിക്കടന്നു. 4മതായിരുന്നു സുഭാഷ്. സുഭാഷിൻ്റെ ലക്ഷ്യം അല്പം പിഴച്ചു. കാലിടറി നേരെ കുഴിയിലേക്ക്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുമ്പേ സുഭാഷിൻ്റെ നിലവിളി ശബ്ദം സാത്താൻ്റെ അടുക്കളയുടെ ഉള്ളറകളിലെവിടെയോ നേർത്തില്ലാതായി. കുത്തനെയൊരു വീഴ്ചയായിരുന്നില്ല അത്. വളഞ്ഞും പുളഞ്ഞും വഴുവഴുത്ത പാറകൾക്കിടയിലൂടെ തെന്നിയും കൂർത്ത പാറകളിൽ ഇടിച്ചു നിന്നും പാതാളത്തിലേക്കെന്ന പോലൊരു യാത്ര. ചുറ്റും കൂരിരുട്ട്, വവ്വാലുകളുടെ കാതടപ്പിക്കും ശബ്ദം. ഞാനിടയ്ക്ക് ഏതോ പാറക്കൂട്ടത്തിൽ തങ്ങി നിന്നു. ആദ്യം മരവിപ്പ് മാറിയപ്പോൾ ശരീരത്തിലേക്ക് അരിച്ചെത്തിയത് മോർച്ചറിയിൽ എന്ന പോലുള്ള തണുപ്പ്. കൂട്ടുകാരുടെ ഉറക്കെയുള്ള വിളി മറ്റേതോ ലോകത്തിലെന്ന പോലെ കാതുകളിൽ വലയ്ക്കുന്നുമുണ്ട്. പക്ഷേ ശബ്ദമുയരുന്നില്ല. കാരണം ഞാൻ മരിച്ചല്ലോ. മരിച്ചവൻ്റെ ശബ്ദം ആരു കേൾക്കാൻ? പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും അവർ കുഴിയിലിറങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ ഞാൻ മുന്നോട്ട് വന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അരയിൽ കെട്ടിയ വടത്തിൻ്റെയും കഴുത്തിൽ തൂക്കിയ തെളിച്ച ടോർച്ചിൻ്റെയും ബലത്തിൽ തൂങ്ങിയിറങ്ങി. ഒടുവിൽ 100 അടി ആഴത്തിൽ ശരീരം മുഴുവൻ മുറിവുകളുമായി സുഭാഷിനെ കണ്ടെത്തി. കീറിപ്പറഞ്ഞ ജീൻസിൻ്റെ പോക്കറ്റ് കൂർത്ത പാറയിലുടക്കി തൂങ്ങിയ നിലയിൽ സുഭാഷിനെ ചേർത്ത് പിടിച്ചപ്പോൾ അർദ്ധബോധാവസ്ഥയിലും അവൻ ചോദിച്ചു, നമ്മൾ രക്ഷപ്പെടുമോ? രക്തം ഇറ്റുവീഴുന്ന ശരീരത്തിൽ കയർ കെട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓരോ ഇഞ്ചായി നിരങ്ങിയായിരുന്നു കയറ്റം. രക്ഷാപ്രവർത്തകർ കയർ വലിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് പാറക്കെട്ടുകളിൽ കുരുങ്ങും. ഒടുവിൽ ജീവിതത്തിൻ്റെ തീരത്തു വന്നണഞ്ഞു. ദൗത്യം തുടങ്ങിയിട്ട് അപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരുന്നു. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം സുഭാഷ് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യ കാരണങ്ങളാൽ സുമേഷിന് പിന്മാറേണ്ടി വന്നു. ആ ഒഴിവിൽ കൂട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുകയായിരുന്നു സുഭാഷിനെ, ഗുണയുടെ ചരിത്രം മാറ്റിയെഴുതാൻ. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വന്ന വാഹനത്തിൽ തന്നെയാണ് നാട്ടിലേക്ക് തിരിച്ചത്. ആംബുലൻസിൽ കൊണ്ടുപോകണമെന്ന് പോലും അന്ന് തോന്നിയില്ല. പണവും ഉണ്ടായിരുന്നില്ല. സുമേഷാണ് പണവും ചികിത്സയും ഒരുക്കിയത്. സുഭാഷിൻ്റെ നട്ടലിനേറ്റ ക്ഷതം മാറാൻ 6 മാസത്തോളം ചികിത്സ വേണ്ടി വന്നു. ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂട്ടുകാർ കാവലിരുന്നു. ആളായും അരിയായും സഹായങ്ങൾ എത്തിച്ചു. അങ്ങനെ പതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തി.
സുധീഷും അനിലും ഒഴികെയുള്ളവർ മഞ്ഞുമലിൽ തന്നെയുണ്ട്. പഴയ യുവദർശന ക്ലബ് ഇപ്പോൾ യുവ സ്വയം സഹായ സംഘമാണ്. പുഴ നീന്തിയും തെങ്ങിൽ വലിഞ്ഞു കയറിയുമൊക്കെ നടന്ന അവർക്ക് ആ ഗ്രാമം പകർന്ന ഉൾക്കരുത്താണ് പ്രതിസന്ധിയിൽ തുണയായത്. പിന്നെ സൗഹൃദത്തിൻ്റെ കാണാച്ചരടുകളും. 2008 ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങിയപ്പോഴും സിജു പറഞ്ഞു, സുഭാഷിനെ തിരിച്ചു കിട്ടിയതിനേക്കാൾ വലുതല്ല ഒരു അവാർഡും. ഗുണ സിനിമയിലെ പാട്ടിൻ്റെ ഈരടികൾ തന്നെ അതിനു സാക്ഷ്യം. ഇതു മനിതർ കാതലല്ലേ അതെയും താണ്ടി പുനിതമാനത്. അതെ, ഇതു മനുഷ്യർ തമ്മിലുള്ള വെറും സ്നേഹമല്ല, അതിനപ്പുറമുള്ള ദിവ്യ സൗഹൃദം.